നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം മര്യാദയ്ക്ക് പറഞ്ഞോളൂ നീ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടിട്ട് തല്ലും. മര്യാദയ്ക്ക് നീ പറഞ്ഞോ. നിന്റെ പേര് ധനുഷ് എന്നാണോടാ? അല്ല. അച്ഛന് പെട്ടെന്ന് എന്തു പറ്റി? സച്ചിയുടെ കാര്യം ഓർത്താണോ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത്? അതെ, സച്ചിയുടെ കാര്യം ഓർത്ത് തന്നെയാ. എന്തായി കാണിക്കുന്നേ? എന്ത് പ്രാന്തായി കാണിക്കുന്നേ? ധനുഷിനെ എന്തിനാ തല്ലുന്നേ? എന്റെ മോൻ സച്ചിയെ തട്ടിക്കൊണ്ടുപോയതിന് അവനോട് തന്നെ ചോദിക്ക്, എന്തിനാ അങ്ങനെ ചെയ്തെന്ന്. ഈ കേട്ടത് ഉള്ളതാണോ ധനുഷ്? ഇല്ല സർ, ഞാൻ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. സേതു സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. നിങ്ങൾ എന്റെ മോനെ കുറിച്ച് ഓരോന്ന് പറയരുത്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ വിവാഹം നടത്തണ്ട. അതിന്റെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. നീ അങ്ങനെ ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല അത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? വീഡിയോയിൽ കാണുന്നവനാ സച്ചിയെ തട്ടിക്കൊണ്ടുപോയത്. അവന്റെ കൂടെ നിൽക്കുന്ന നീയല്ലേ ഇതിന്റെ എല്ലാം പുറകിൽ? അവനെ അറിയാന്നുള്ളത് നേരാ. അല്ലാതെ ഞാൻ വേറൊന്നും അറിഞ്ഞിട്ടില്ല. ആരാ സാറിനോട് ഈ കള്ളമൊക്കെ പറഞ്ഞു തന്നത്? സച്ചി തന്നെയാണ്. അർച്ചന സച്ചിയെ കണ്ടുപിടിച്ചു. സച്ചി പറഞ്ഞതാ എന്നോടെല്ലാം. എന്റെ മകൻ സച്ചിയും അവന്റെ ഭാര്യ അർച്ചനയും ഈ വിവാഹത്തിനെതിരെ നിന്നപ്പോ അത് നടത്താൻ വേണ്ടി ഇവൻ ചെയ്തതാ ഇതൊക്കെ. എതിർത്തവരെയെല്ലാം ഇവൻ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി. സച്ചിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നാടകം കളിക്കുമായിരുന്നു അല്ലടാ? സ്വന്തം മോനെ പോലെ കണ്ട ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്റെ സച്ചിയും സന്ദീപും അർച്ചനയും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിനക്ക് എന്റെ മോളെ തരാൻ തീരുമാനിച്ചു. ആ എന്നോട് നീ അച്ഛാ,
അച്ഛനോട് ക്ഷമിക്കടാ. ഞാനൊന്നും അറിയാതെ മോളെ, നിന്റെ ഭാഗമായിരുന്നു ശരി. നീ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല, നിന്നെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അതൊക്കെ വിട്ടേക്കച്ചാ. സച്ചേട്ടനെ കൂട്ടി വരാന്ന് പറഞ്ഞു പോയി. എനിക്ക് വഴിയിലുടനീളം ഈശ്വരൻ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഇവിടെ വെച്ച് തീർപ്പാക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വിവാഹം നടക്കില്ലെന്ന്. നീ ഈ നാട്ടിലേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ നീ പറയൂ അതോ ഞാൻ പറയണോ? ഞാൻ തന്നെ പറയാം. അതിലാദ്യത്തേത് നിന്റെ പേര് തന്നെയാണ്. നിന്റെ പേര് ധനുഷ് എന്നല്ല. എന്താ ശരിയല്ലേ? അർച്ചന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം മര്യാദയ്ക്ക് പറഞ്ഞോളൂ നീ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടിട്ട് തല്ലും. മര്യാദയ്ക്ക് നീ പറഞ്ഞോ. നിന്റെ പേര് ധനുഷ് എന്നാണോടാ? അല്ല, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളുടെ മോനാ ഇവൻ. അവന്റെ പേര് ധനുഷൻ തന്നെയാ. എടോ, സത്യം പറ, താനിവന്റെ അച്ഛനാണോ? പറയാൻ. അല്ല. ഞാനൊരു നാടകക്കാരനാ. പൈസയ്ക്ക് വേണ്ടി വേഷം കെട്ടിപ്പോയതാ സാറേ. ഞാൻ മാത്രമല്ല, ഇവരവന്റെ അമ്മയും പെങ്ങളും ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നവരാ. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കേട്ടല്ലോ, പേര് മുതൽ അമ്മ വരെ വ്യാജം. അന്ന് ഇവന്റെ പേരിൽ ഞങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് എല്ലാവരും പറഞ്ഞു. മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ആ പെൺകുട്ടി മരിച്ചത് ഇവൻ കാരണം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.